നമസ്കാരം, ഞാൻ സേതുലക്ഷ്മി. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം. പ്രസന്റഡ് ബൈ NCDC. ഏറ്റുമുട്ടലിന് പിന്തുണ. നിലമ്പൂർ മാവോയിസ്റ്റ് വേട്ടയിൽ പോലീസിനെ ന്യായീകരിച്ചു കേന്ദ്രം. നടന്നത് വ്യാജ ഏറ്റുമുട്ടലല്ലെന്ന് ആഭ്യന്തര സുരക്ഷാ ഉപദേഷ്ടാവ് വിജയകുമാർ. പോലീസ് ആയുധം ഉപയോഗിച്ചത് നിയമപരമെന്നും ഉദ്യോഗസ്ഥർ കടമ നിർവഹിക്കുക മാത്രമാണ് ചെയ്തതെന്നും വിശദീകരണം. കേരളത്തിലെ ജനങ്ങൾക്ക് മാവോയിസ്റ്റ് അനുകൂല മനോഭാവം. ദക്ഷിണേന്ത്യയിൽ മാവോയിസ്റ്റ് സാന്നിധ്യം ശക്തമാണ്. ഇവർ ആയുധം ഉപേക്ഷിച്ച് ആദിവാസികൾക്കും പാവപ്പെട്ടവർക്കുമായി പ്രവർത്തിക്കട്ടെ എന്നും വിജയകുമാർ. നീളുന്ന നോട്ട് ദുരിതം. അസാധുവിന്റെ 50ാം നാളിലും അനിശ്ചിതത്വം അവസാനമില്ലാതെ. കറൻസി നിരോധനത്തിന് ഇന്ന് 50 നാൾ പിന്നിടുമ്പോൾ കണക്കെടുപ്പും കൂടുതൽ കടുത്ത നടപടികളുമായി കേന്ദ്രം. പരിഷ്കരണ നടപടികളുടെ തുടർച്ചയിൽ നാളെ പ്രധാനമന്ത്രിയുടെ പ്രക്ഷേപണത്തിന് കാത്ത് രാഷ്ട്രം. ഇന്ന് പിൻവലിക്കുമെന്ന് കരുതപ്പെട്ടിരുന്ന നിയന്ത്രണങ്ങളിൽ ചിലത് മാർച്ച് വരെ തുടരുമെന്ന് സൂചന. പണം പിൻവലിക്കൽ പരിധി ഉയർത്തിയേക്കും. തിങ്കൾ മുതൽ മാർച്ച് 31 വരെ റിസർവ് ബാങ്കിൽ തെറ്റായ വിവരം നൽകി അസാധു നോട്ടുകൾ മാറ്റാൻ ശ്രമിച്ചാൽ പിഴ ശിക്ഷ. നോട്ട് നിരോധനത്തിനു ശേഷം കേന്ദ്രത്തിന്റെ അടുത്ത നടപടി ബിനാമി നിക്ഷേപങ്ങൾ കണ്ടുകെട്ടലെന്ന് റിപ്പോർട്ട്. നവംബർ 8-ന് ശേഷമുള്ള നിക്ഷേപങ്ങളിൽ 4 ലക്ഷം കോടി രൂപയുടേത് ദുരൂഹ സമ്പാദ്യങ്ങളെന്ന് ആദായ നികുതി വകുപ്പ്. 2 ലക്ഷം രൂപയ്ക്ക് മേലുള്ള മുഴുവൻ നിക്ഷേപങ്ങളും പരിശോധിക്കാനും നടപടി. പരിഷ്കരണത്തിന്റെ അഴിയാക്കുരുക്ക്. നോട്ട് ക്ഷാമത്തെ തുടർന്ന് സംസ്ഥാനത്ത് ശമ്പള പെൻഷൻ വിതരണം ഈ മാസവും തടസ്സപ്പെടുമെന്ന സൂചന നൽകി ധനമന്ത്രി തോമസ് ഐസക്. സർക്കാർ ആവശ്യപ്പെട്ട 1400 കോടിയുടെ സ്ഥാനത്ത് RBI ഉറപ്പു നൽകുന്നത് 600 കോടി മാത്രം. പണം പിൻവലിക്കുന്നതിന് നിലവിലുള്ള നിയന്ത്രണം ഇളവു ചെയ്താൽ ബാങ്കുകൾ കൂടുതൽ പ്രതിസന്ധിയിലാകും. അതേസമയം നോട്ട് പ്രതിസന്ധി ഉണ്ടെങ്കിലും സർക്കാർ ജീവനക്കാരുടെ ശമ്പളം കൃത്യസമയത്ത് അക്കൗണ്ടിലെത്തുമെന്ന് തോമസ് ഐസക്. എന്നാൽ ബാങ്കുകളിൽ ആവശ്യത്തിന് നോട്ടില്ലാത്തതിനാൽ പിൻവലിക്കാനാകുന്ന തുകയ്ക്ക് നിയന്ത്രണമുണ്ടാകുമെന്നും വിശദീകരണം. അതിനിടെ നോട്ട് പ്രതിസന്ധിയിൽ സംസ്ഥാന ബഡ്ജറ്റ് മാറ്റിവെക്കാൻ സർക്കാരിന് ധനവകുപ്പ് ശുപാർശ. കറൻസി ക്ഷാമവും കേന്ദ്ര ബഡ്ജറ്റും വിലയിരുത്തിയ ശേഷം മതി സംസ്ഥാന ബഡ്ജറ്റെന്ന് ധനകാര്യ സെക്രട്ടറി KM എബ്രഹാം. ബഡ്ജറ്റ് ഫെബ്രുവരി അവസാനം അല്ലെങ്കിൽ മാർച്ച് ആദ്യം നടക്കുമെന്ന് സർക്കാർ. വിടാതെ വിജിലൻസ്. മുൻ വിജിലൻസ് ഡയറക്ടർ ശങ്കർ റെഡ്ഡിക്കെതിരെ അന്വേഷണം. ചട്ടം ലംഘിച്ച് നിയമനവും സ്ഥാനക്കയറ്റവും നൽകിയെന്ന പരാതിയിൽ പ്രാഥമിക അന്വേഷണത്തിന് ഉത്തരവിട്ട് തിരുവനന്തപുരം വിജിലൻസ് കോടതി. ഫെബ്രുവരി 15-നകം റിപ്പോർട്ട് സമർപ്പിക്കുവാനും നിർദ്ദേശം. വിജിലൻസ് മേധാവിയായുള്ള നിയമനത്തിൽ ഉമ്മൻചാണ്ടി, രമേശ് ചെന്നിത്തല, ജിജി തോംസൺ എന്നിവരുടെ പങ്കും അന്വേഷിക്കും. ഉത്തരവ് ബാർക്കോഴ കേസ് അട്ടിമറിയിൽ ശങ്കർ റെഡ്ഡിക്കെതിരെ വിജിലൻസ് അന്വേഷണം തുടരുന്നതിനിടെ ജാർഖണ്ഡിൽ ഖനി അപകടം. ജാർഖണ്ഡിൽ ഖനി ഇടിഞ്ഞു വീണ് നിരവധി മരണം. ഇന്നലെ അർദ്ധരാത്രിയുണ്ടായ അപകടത്തെ തുടർന്ന് ഖനിക്കടിയിൽ കുടുങ്ങിക്കിടക്കുന്നത് 50ഓളം പേർ. ദുരന്ത നിവാരണ സേനയുടെ നേതൃത്വത്തിൽ രക്ഷാപ്രവർത്തനം പുരോഗമിക്കുന്നു. സംഭവത്തിൽ അന്വേഷണത്തിന് ഉത്തരവിട്ട് കേന്ദ്ര ഖനന മന്ത്രാലയം. ഇന്നത്തെ സ്വർണ്ണ-വെള്ളി നിരക്കുകൾ. ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട് സ്വർണ്ണ-വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഇന്ത്യ, UAE, ഒമാൻ, ബഹ്റൈൻ. സ്വർണം ഗ്രാമിന് 2645 രൂപ, പവൻ 21,160 രൂപ, വെള്ളി ഗ്രാമിന് 42 രൂപ. ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട് സ്വർണ്ണ-വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഇന്ത്യ, UAE, ഒമാൻ, ബഹ്റൈൻ. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസ് പ്രസന്റഡ് ബൈ NCDC സമാപിക്കുന്നു. അടുത്ത ഹെഡ്ലൈൻസ് വൈകിട്ട് 5:30. നമസ്കാരം.